ഹലോ, വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി മലബാറുകാരുടെ സ്പെഷ്യൽ സ്നാക്കായ കൊതിപ്പിക്കുന്ന രുചിയിലുള്ള ഒരു ചിക്കൻ പോളയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല, നമ്മൾ ഓരോരുത്തർക്കും ഓരോ അളവിലായിരിക്കും വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഷർമെൻ്റ് ഒന്നും കറക്റ്റായിട്ട് പറയുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ മൈദ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാറ്റർ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കനം കുറഞ്ഞ ദോശകളായിട്ട് ഈ മൈദമാവിനെ ചുട്ടെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ പോള തയ്യാറാക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ ചുട്ടെടുക്കുക കേട്ടോ ദോശ. എന്നാലാണ് നമുക്ക് അത് തയ്യാറാക്കുന്ന സമയത്ത് അതൊരു അല്ലെങ്കിൽ ദോശ വേറൊരു വലുപ്പത്തിലും നമ്മൾ പോള തയ്യാറാക്കുമ്പോൾ അത് വേറൊരു പാത്രത്തിലാവുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏത് പാത്രത്തിലാണോ പോള തയ്യാറാക്കുകയെന്ന് വെച്ചാൽ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ദോശയും ചുട്ടെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 വലിയ സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചിക്കനെ എന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കന് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ ചിക്കന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്ന സവാളയിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഉള്ളിയുടെ മസാലയും ചിക്കനും നല്ലപോലെ മിക്സായി കിട്ടണം. അതൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള അതേ പാൻ തന്നെ നമ്മൾ ഓയിൽ തടവിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്ന മൈദയുടെ ദോശ ആദ്യം ഈ കോഴിമുട്ടയുടെയും പാലിൻ്റെയും മിക്സിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പാനിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് അത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചിക്കനിൻ്റെ മസാല അതൊന്ന് 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നമ്മളുടെ മൈദയുടെ ദോശ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ 4 ദോശ 4 ലെയറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ചിക്കൻ്റെ ഫില്ലിങ്ങും അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ദോശ ഡിപ്പ് ചെയ്ത ദോശയും അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 4 ലെയർ കിട്ടിയിട്ടുണ്ട്. അവസാനം നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെ കോഴിമുട്ടയുടെയും പാലിൻ്റെയും മിക്സ് അതിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കലും അതുപോലെ ചെയ്യലും കൂടി ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നതായതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സമയം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ലെയർ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്തെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ ഒരു വശം ഏകദേശം സെറ്റായി വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മറുവശം കൂടി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ മലബാറുകാരുടെ പ്രിയപ്പെട്ട സ്നാക്കായ പോള, ചിക്കൻ പോള തയ്യാറായിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുക.
വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.